നമസ്കാരം, ഞാൻ സുജിത്ത് കട്ടപ്പന. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. അതായത് നമ്മുടെ റെഡ്മിയുടെ ഒരു റെഡ്മി 9A സ്പോട്ട് എന്ന് പറഞ്ഞ മോഡലിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ് ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്കാദ്യം ഈ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഇങ്ങനെയൊരു പാക്കറ്റിലാണ് ഇത് വന്നിരിക്കുന്നത്. അതിൻ്റെ ബില്ലുണ്ട്. ഇതാണ് നമ്മുടെ റെഡ്മി 9A സ്പോട്ടിൻ്റെ പാക്കേജ്. ഇതാണ് നമ്മുടെ മൊബൈൽ. ഇത് ഗ്രീൻ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതാണ് നമ്മുടെ റെഡ്മി 9A സ്പോട്ട്. പിന്നെ ഈ പാക്കറ്റിൽ വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇത് നമ്മുടെ സിം ഇജക്ടർ ടൂളാണ് ഇതിലുള്ളത്. പിന്നെ അതിൻ്റെ ഒരു യൂസർ ഗൈഡും ഉണ്ട്. ഇതാണ് യൂസർ ഗൈഡ്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു ചാർജർ എന്ന് പറയുമ്പം 5 വോൾട്ട് 2 ആമ്പിയറിൻ്റെ ചാർജറാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ അതിൻ്റെ കേബിളുമാണ് ഈ പാക്കേജിൽ വരുന്നത്. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ഡിവൈസാണ്. 5000 mAh ആണ് ഇതിൻ്റെ ബാറ്ററി. 13 MB AI റെയർ ക്യാമറയും 5 MB സെൽഫി ക്യാമറയുമാണ് ഇതിനുള്ളത്. ഇത് 2GB 32GB മോഡലാണ്. ഇതിൻ്റെ 3GB 32GB മോഡലും അവൈലബിൾ ആണ്. ഇനി നമുക്കിതിൻ്റെ ഈ ഫോണൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓണായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് MIUI 12.5 ആണ് ഇതിനകത്ത് വരുന്നത്.
ഇത് ഞാൻ ആമസോണിൽ നിന്ന് 6499 രൂപയ്ക്കാണ് ഇത് പർച്ചേസ് ചെയ്തത്. ആദ്യമായിട്ട് ഓൺ ചെയ്യുമ്പോൾ ലോഡ് ചെയ്ത് വരാൻ ഇച്ചിരി താമസമുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ ഓണായി വന്നിരിക്കുകയാണ്. നമുക്കിതിൻ്റെ സെറ്റിങ്സിൽ പോയി ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്യാം. എബോട്ട് ഫോൺ എടുക്കുക. ഇത് MIUI ഗ്ലോബൽ 12.5.7 സ്റ്റേബിൾ വേർഷനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ആൻഡ്രോയിഡ് വേർഷൻ 11 ആണ്. അതിൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ജൂലൈ 2022 വരെയുള്ളത് ഓൾറെഡി അപ്ഡേറ്റഡ് ആണ്. ഇതിൽ 2 സിം സ്ലോട്ടുണ്ട്. രണ്ടും 4G VoLTE സപ്പോർട്ടുള്ളതാണ്. നമുക്ക് ജിയോ സിം ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇത്രയാണ് നമുക്ക് റെഡ്മി 9A സ്പോർട്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് ഒരു നല്ല ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു നല്ല ഫോണാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്കിത് വാങ്ങിക്കാവുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയിൽ ഇതുപോലെയുള്ള റിവ്യൂസും അൺബോക്സിങ് വീഡിയോസും പ്രതീക്ഷിക്കാം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, നോട്ടിഫിക്കേഷൻസ് ഓൾ എന്ന് കൊടുക്കുക. അപ്പോൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ബൈ.